1977 കൊക്കക്കോല ഇന്ത്യ വിട്ടുപോയിരുന്നു. ഗവൺമെൻറ് അവരുടെ ഫോർമുല റിവീൽ ചെയ്യണമെന്ന് നിർബന്ധിച്ചപ്പോഴാണ് ഈ ഒരു പിൻവാങ്ങൽ നടന്നത്. പക്ഷെ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കോള ബ്രാൻഡിൻ്റെ ജന്മമെടുക്കലിന് കാരണമായിരുന്നു. കൊക്കക്കോള തിരിച്ചു വന്ന ശേഷം ഈവൻ കൊക്കക്കോളയ്ക്ക് പോലും എതിരിടാൻ പറ്റാത്തിടത്തോളം വലുതായിരുന്നു ആ ഒരു ബ്രാൻഡ്. 1977 കൊക്കക്കോള പിന്മാറിയതോടെ ഇന്ത്യയിൽ വലിയൊരു ഗ്യാപ്പ് വന്നിരുന്നു കോള പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ. അപ്പോഴാണ് ചൗഹാൻ ബ്രദേഴ്സ്, അതായത് പാർലയുടെ രമേശ് ചൗഹാനും പ്രകാശ് ചൗഹാനും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാന്നുള്ള തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ 1977 തംസപ്പ് എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. പെപ്സി യൂത്തിനെയും ഫണ്ണിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ തംസപ്പ് പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. ടേസ്റ്റ് ദ തണ്ടർ എന്ന ഒരു ടാഗ്ലൈൻ തന്നെ അവിടെ ആ ഒരു ബോൾഡ്നെസ് കാണിക്കാൻ വേണ്ടിയായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരിത് മാർക്കറ്റ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് മാറി. 1989 പെപ്സി ഇന്ത്യ മാർക്കറ്റിൽ എൻ്റർ ചെയ്തെങ്കിലും തംസപ്പിന് അപ്പോഴും ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായിട്ട് നിലനിൽക്കാൻ പറ്റി. 1993 കൊക്കക്കോല ഇന്ത്യയിൽ തിരിച്ചു വന്നു. അവർക്കും ഈ ഒരു നമ്പർ 1 ബ്രാൻഡായ തംസപ്പിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ അവർ അതിനെ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ തംസപ്പിന് 85% മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു. കൊക്കക്കോള ഇതിനെ അക്വയർ ചെയ്ത ശേഷം ആദ്യം ശ്രമിച്ചത് ഈ ഒരു ബ്രാൻഡിനെ ഇല്ലാതാക്കാനാണ്. അവരുടെ ബ്രാൻഡായിട്ടുള്ള കൊക്കക്കോളയ്ക്ക് നമ്പർ 1 സ്ഥാനം ലഭിക്കാൻ വേണ്ടി അത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ബ്രാൻഡിനുണ്ടായിരുന്ന സ്ഥാനം മനസ്സിലാക്കിയ ശേഷം അവരതിൽ നിന്ന് പിൻവാങ്ങി. തംസപ്പ് ഇന്ത്യക്കാർക്കൊരു കോളം മാത്രമായിരുന്നില്ല. ആ ഒരു സമയത്ത് അവർ ഇന്ത്യയുടെ ബ്രാൻഡ് എന്ന നിലയിൽ ഇതൊരു സ്ഥാനം പിടിച്ചിരുന്നു അവരുടെ മനസ്സുകളിൽ. പിന്നീട് കൊക്കക്കോള നല്ല രീതിയിൽ ഇതിനെ ബ്രാൻഡിങ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഈ ഒരു ബ്രാൻഡ് നല്ലൊരു തിരിച്ചുവരവ് നടത്തി. സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന രീതിയിലാണ് ഇവർ ഇതിനെ പൊസിഷൻ ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ കൊക്കക്കോളയിലേക്കാൾ കൂടുതൽ സെല് ചെയ്യപ്പെടുന്നത് തംസപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ ഇന്നത്തെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് പെപ്സി, കൊക്കക്കോള, ക്യാമ്പോ കോള ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ റീജിയണൽ പ്ലേയേഴ്സും കോള മാർക്കറ്റിൽ കുറേ ഉണ്ട്. അവരുടെ പരസ്യങ്ങളും അവരുടെ ഈ ഒരു ബോൾഡ് എന്നുള്ള ബ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റിനെ അനുകരിക്കുന്നതായിരുന്നു. സൽമാൻ ഖാൻ പോലുള്ള ലീഡിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചുള്ള അവരുടെ പരസ്യങ്ങൾ അവരുടെ ആ ഒരു പൊസിഷനിങ്ങിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതായിരുന്നു. കൊക്കക്കോള ഇന്ത്യ എക്സിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ബ്രാൻഡ് ജനിച്ചത്. പിന്നീട് കൊക്കക്കോള തന്നെ വാങ്ങുകയും അതിനെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഇതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ താഴെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്.